ഓരോ ആരാധനാലയവുമായി ബന്ധപ്പെട്ടും പാർട്ടിക്ക് അഭിപ്രായം ഉണ്ടാവും. എന്നാൽ എല്ലാ ഘടകങ്ങളും കണക്കിലെടുത്തുകൊണ്ട് സമൂഹത്തിൽ പൊതുവിൽ ഒരു അഭിപ്രായ സമന്വയമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇത്തരം സാമൂഹികമായ മാറ്റങ്ങളുടെ വിഷയത്തിൽ പാർട്ടികൾ പ്രതികരിക്കേണ്ടത്. ഇപ്പോൾ ഭരണഘടനയിൽ തന്നെ മൗലികാവകാശങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആ മൗലികാവകാശങ്ങൾ നമുക്ക് പ്രയോഗിക്കാൻ കഴിയുമ്പോൾ അതിൻ്റെ പേരിൽ സാമൂഹികമായ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. സേവിങ് ക്ലോസ് ഉണ്ട് ഭരണഘടനയിൽ മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. പബ്ലിക് ഓർഡർ, അതുപോലെ തന്നെ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് അവർ നൈബറിംഗ് കൺട്രീസ്, ഇതൊക്കെ വരും. അപ്പം ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തെല്ലാം തരത്തിൽ വിവാദമാകാം എന്നുള്ളതിൻ്റെ അനുഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കാൻ ശ്രമിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനമല്ല, സുപ്രീം കോടതിയുടെ തീരുമാനമാണ്. ആ സുപ്രീം കോടതിയുടെ തീരുമാനം വന്നപ്പോൾ ആ തീരുമാനം സ്വാഗതം ചെയ്യാത്തതായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല. ഇതൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ്. അപ്പോൾ അന്ന് തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ അവയുടെ നിലപാട് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഈ അനുഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി നേരത്തെ പുറപ്പെടുവിച്ച വിധി പുനഃപരിശോധിക്കുകയാണ്. അപ്പം സുപ്രീം കോടതി പരമോന്നത നീതിപീഠം അവരുടെ വിധി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചപ്പോൾ മുമ്പ് VS അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് സംസ്ഥാന ഗവൺമെന്റ് പ്രതികരണം അറിയിച്ചപ്പോൾ പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പോൾ ഞാൻ ചില ഇവിടെ കിട്ടുന്ന പത്രങ്ങളിലെല്ലാം നോക്കിയപ്പോൾ നിങ്ങളത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ആരാധനാലയങ്ങളും ആചാരപരമായ ചരിത്രവുമുള്ള സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ അവിടുത്തെ നടപടിക്രമങ്ങൾ അതിലെന്തെങ്കിലും മാറ്റം വരുത്തുന്ന വിഷയം തീരുമാനിക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ നല്ല പാണ്ഡിത്യമുള്ള ആളുകൾ, അതോടൊപ്പം സാമൂഹ്യ പരിഷ്കരണത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പൊതുവിൽ സമൂഹത്തിനിടയിൽ അംഗീകാരവും സ്വീകാര്യതയുമുള്ള പ്രമുഖ വ്യക്തികൾ, ഇവരടങ്ങുന്ന ഒരു സംഘത്തെ, ഒരു ടീമിനെ ഇത് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ അറിയാൻ കോടതിക്ക് ആശ്രയിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിയമസമ്പ്രദായത്തിലുള്ളതാണ്. അമിക്കസ് ക്യൂറി എന്ന് പറഞ്ഞിട്ടൊരു സമ്പ്രദായമുണ്ട്. കോടതികൾ ചില കാര്യങ്ങളെക്കുറിച്ച് കോടതിക്ക് അത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ശേഖരിച്ച് സമർപ്പിക്കാൻ ചില നിയമജ്ഞരെ, ഉന്നതരായ ആളുകളെ ചുമതലപ്പെടുത്തും. ഉദാഹരണത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഗോപാൽ സുബ്രഹ്മണ്യം അദ്ദേഹത്തെയാണ് അമിക്കസ് ക്യൂറിയായിട്ട് നിയോഗിച്ചത്. അപ്പോൾ അദ്ദേഹം ഇതിന്റെ എല്ലാ വശങ്ങളും വസ്തുനിഷ്ഠമായി ശേഖരിച്ച് സമർപ്പിക്കും. അപ്പോൾ ഈ അമിക്കസ് ക്യൂറിയെ നിർദ്ദേശിക്കുന്നത് പോലെ സംസ്ഥാന ഗവൺമെന്റ്, LDF ഗവൺമെന്റ് പറഞ്ഞത് വിദഗ്ധ സംഘം എന്ന് പറയാം. പണ്ഡിതന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, തുല്യതയെക്കുറിച്ച് ആശയങ്ങൾ അവതരിപ്പിക്കും. അത്തരമൊരു വിദഗ്ധ സംഘത്തെ ചുമതലയേൽപ്പിക്കുക. അവരുടെ അഭിപ്രായം കൂടി കേട്ടിട്ട് വേണം കോടതി ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ. ചുരുക്കി പറഞ്ഞാൽ CPIM-ന് ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിയുടേതായ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ പാർട്ടിയുടേതായ അഭിപ്രായങ്ങൾ അതേപടി നടപ്പാക്കണം ഗവൺമെന്റുകൾ എന്ന് പാർട്ടി ഒരിക്കലും പറയാറില്ല. പറയുന്നത് ശരി. കാരണം സമൂഹത്തിലെ പൊതുവിലുള്ള അവസ്ഥ അതുകൂടി നോക്കിക്കൊണ്ട് മാത്രമേ പാർട്ടി വെള്ളം ചേർക്കലാണ് എന്നുള്ള ഒരു വിമർശനം സ്വാഭാവികമായിട്ട് ഉയരില്ല. കാരണം നമുക്കറിയാം, സംസ്ഥാനത്ത് ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ വനിതാ മതിൽ സംഘടിപ്പിക്കുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം ഈ നിലപാടിന് ആവോളം പുകഴ്ത്തുന്നു. പുരോഗമന പ്രസ്ഥാനങ്ങൾ പലരും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നു. ഇടതുപക്ഷം, മുഖ്യമന്ത്രി, അങ്ങനെ എല്ലാവരും ഒരേപോലെ പിന്തുണച്ചൊരു വിഷയമല്ലേ ഇത്? ഒരു ചോദ്യം കഴിയട്ടെ, അതിനുശേഷം എല്ലാ ചോദ്യങ്ങളും. ഇതൊരു വെള്ളം ചേർക്കലാണെന്നുള്ള വിമർശനം നിങ്ങൾക്ക് ഉന്നയിക്കാം. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളിൽ എത്രത്തോളം പോകാം എന്നതിനെക്കുറിച്ച്, അത് സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിലുണ്ട്, സാമൂഹികവും സാമുദായികവുമായ വിഷയങ്ങളുടെ കാര്യത്തിലുണ്ട്. ഇതിൽ പാർട്ടി സമൂഹത്തിന്റെ പൊതുവിലുള്ള അഭിപ്രായങ്ങളും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടി ഉപദേശങ്ങൾ കൊടുക്കുകയുള്ളൂ.
ഇപ്പോൾ മാറ്റം ഉണ്ടാകാനിടയാക്കിയ സാഹചര്യം എന്താ? തെരഞ്ഞെടുപ്പാണോ? അല്ല, സുപ്രീം കോടതി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് എടുത്ത സമീപനം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സുപ്രീം കോടതിയുടെ വിധിയെ ആസ്പദമാക്കിയാണ്. സുപ്രീം കോടതി വിധികൾ നടപ്പാക്കാൻ ഏത് ഗവൺമെന്റിനും ബാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുണ്ട്. അപ്പോൾ സുപ്രീം കോടതി തന്നെ ഇത് പുനഃപരിശോധിക്കാൻ ഇപ്പോൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതി പുനഃപരിശോധിക്കുമ്പോൾ ഇതിന്റെ എല്ലാ വശങ്ങളും ഒരു പണ്ഡിത സദസ്സിന്റെ വിദഗ്ധ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിശോധിച്ചു വേണം ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഇപ്പൊ നമ്മൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി വളരെ വ്യാപകമായി നമ്മൾ ചർച്ച ചെയ്തു. വൈക്കം സത്യാഗ്രഹത്തിൽ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ഒക്കെ പങ്കെടുത്തിട്ടാണ് അവിടെ ക്ഷേത്രത്തിന്റെ സമീപത്തുകൂടുള്ള വഴിയിൽ നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലുണ്ടായത്. ക്ഷേത്രപ്രവേശനം പോലുമല്ല. പക്ഷെ അതുപോലും അന്ന് അനുവദിക്കപ്പെട്ടില്ല സമരം തീരുമ്പോൾ. അപ്പോൾ നമ്മുടെ മുമ്പിൽ സാമൂഹികമായ പരിഷ്കരണത്തിന്റെ പല അനുഭവങ്ങളുമുണ്ട്. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ് CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും സ്വീകരിക്കുന്നത്. അത് എന്നും അങ്ങനെയായിരുന്നു. എത്രയേ ഉള്ളൂ. ആരാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്? കോടതിയാണോ? ഈ പണ്ഡിതൻ എന്ന് പറയുന്ന ഈ ആചാര്യന്മാർ ആ വിഭാഗമാണോ? അത് നിങ്ങൾ വളരെ നല്ല ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. സുപ്രീം കോടതി ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ഒരു ചോദ്യം, ഇത്തരം കാര്യങ്ങൾ അന്തിമ തീരുമാനം കോടതിക്ക് എടുക്കാമോ എന്ന ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതും ഈ പണ്ഡിത സദസ്സ് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ പണ്ഡിത സദസ്സ് പരിശോധിച്ച് നാട്ടിൽ നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ, കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനിക്കാൻ പോവുകയാണ്. ഈ കാര്യങ്ങൾ കോടതിക്ക് എത്രത്തോളം തീരുമാനിക്കാം, കോടതിക്കുള്ള അവകാശം എത്രത്തോളമാണ്, അത് ഉപയോഗിക്കുന്നുണ്ടോ, ഇതെല്ലാം സുപ്രീം കോടതി ഇപ്പോ തീരുമാനിക്കും. ഒരു വനിത ഒരു ചോദ്യം ചോദിക്കുന്നു. അവർക്കൊരു ന്യൂനപക്ഷമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.